Hello, children. Today, let us do your class 7th, chapter 8 of English Fire, Friend, and Foe. First, let us begin with explaining the title. Fire is what? It is a friend and it is a foe. Friend means you all know how friends are so helpful. So, fire is also helpful. So, we say fire is a friend. But fire is also a foe. Foe means enemy. അപ്പം ഫയർ ഒരു എനിമിയും കൂടിയാണ്. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഹൗ ഫയർ ഇസ് എ ഫ്രണ്ട് ആൻഡ് എ ഫോ. ഏർലി മാൻ ഡിഡ് നോ വാട്ട് ഫയർ വാസ്, ബട്ട് ഹി മസ്റ്റ് ഹാവ് സീൻ ദ ഡാമേജ് ഇറ്റ് കുഡ് കോസ്. അപ്പോൾ ഈ ഏർലി മാൻ്റെ കാര്യങ്ങളൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിക്കാനേ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ തിരിച്ച് പോയി ഒരു ക്യാമറ ഒന്നും ഇല്ലല്ലോ, ഓരെന്താ ചെയ്തതെന്ന് നോക്കി കൺഫേം ചെയ്യാൻ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഊഹിക്കുകയാണ് ഏർലി മാൻക്ക് ഫയർ നമുക്ക് ഇപ്പോൾ അറിയുന്ന പറ്റി അത്രയും അറിയില്ലായിരിക്കും ഫയറിനെ പറ്റിയിട്ട്. ബട്ട് ദെൻ ആ ഫയറിനെ കൊണ്ട് എന്തൊക്കെ ഡാമേജ് ആവുമെന്ന് കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അതെങ്ങനെ കണ്ടിട്ടുണ്ടാവുക? ഹി മസ്റ്റ് ഹാവ് വാച്ച് ലൈറ്റ്നിങ് ആൻഡ് വോൾക്കനോസ് ലോങ് ബിഫോർ ഹി ബിഗാൻ ടു യൂസ് ഫയർ ഹിംസെൽഫ്. അപ്പോൾ വി പ്രഡിക്റ്റ് ഏർലി മാൻ വന്ന് നാച്ചുറൽ തിങ്സ് അപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവും. ഫോറസ്റ്റ് ഫയറോ അല്ലെങ്കിൽ വോൾക്കനോ. അപ്പോൾ തീ കണ്ടിട്ടുണ്ടാവും ഏർലി മാൻ. ഫയർ വാസ് പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് ആൻഡ് ഹി വാസ് ഫ്രൈറ്റൻഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഏർലി മാൻ വുഡ് ഹാവ് ബീൻ സ്കെയർഡ് ഓഫ് ഫയർ ഇൻ ദ ബിഗിനിങ്. Fire may have puzzled early man, but we now know that fire is a result of a chemical reaction. ഈ ഫയർ എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ ഈ ഏർലി മാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. ബട്ട് ദെൻ നൗ വി ആർ വെരി ഷുവർ വാട്ട് എ ഫയർ ഇസ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ chemical reaction. When the oxygen in the air combines with carbon and hydrogen in a fuel, a chemical reaction takes place. അപ്പോൾ ഇത് നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിൽ സയൻസിൽ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, കമ്പഷൻ ആൻഡ് ഫ്ലെയിം ലെസണിൽ. അപ്പോൾ അതിൽ നമ്മൾ ഇതിൽ ഡെഫിനിഷൻ എങ്ങനെയാണ് പഠിക്കുന്നത്? ഫയറിന് ആവശ്യമുള്ള 3 ഘടകങ്ങൾ. വെൻ ദ ഓക്സിജൻ ഇൻ ദ എയർ, അപ്പോൾ എയറിലുള്ള ഓക്സിജൻ കമ്പൈൻസ് വിത്ത് കാർബൺ ആൻഡ് ഹൈഡ്രോജൻ ഇൻ എ ഫ്യൂവലിലുള്ള കാർബൺ ആൻഡ് ഹൈഡ്രോജൻ്റെ കൂടെ ഉള്ള കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇസ് റിലീസ്ഡ് ഇൻ ദിസ് പ്രോസസ്സ്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷനിലൂടെ ഹീറ്റ് ആൻഡ് ലൈറ്റിൻ്റെ ഫോമിൽ എനർജി റിലീസ് ആവുകയാണ്. ദിസ് ഇസ് വാട്ട് വി കോൾ ഫയർ. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഫയർ ഇസ്. ഫയർ ഇസ് നത്തിങ് ബട്ട് എ ഫോം ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ, ഒരു റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഹീറ്റ് ആൻഡ് ലൈറ്റിൻ്റെ ഫോമിൽ എനർജി റിലീസ് ചെയ്യുന്നതാണ് ഫയർ. ഓക്കെ, 3 things are needed to make fire. അപ്പോൾ ഫയർ ഈ 3 സാധനത്തിൽ ഒരു സാധനം ഇല്ലെങ്കിൽ ഫയർ ഉണ്ടാവില്ല. അപ്പോൾ ആ 3 സാധനം അത്ര എസെൻഷ്യലാണ്. ആ 3 സാധനം എന്താണ്? ഫ്യൂവൽ, ഓക്സിജൻ ആൻഡ് ഹീറ്റ്. ഓക്കെ, ഫ്യൂവൽ വേണം, ഓക്സിജൻ വേണം, ഹീറ്റ് വേണം. ഫ്യൂവൽ കുഡ് ബി എനിത്തിങ്. നമ്മൾ എന്ത് സാധനം കത്തിന് ആ സാധനമാണ് ഫ്യൂവൽ. പിന്നെ ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലെങ്കിൽ ദർ വിൽ നോട്ട് ബി എ ഫയർ ദർ. പിന്നെ ഹീറ്റും വേണം. ആ ഒരു ചൂട് ആവശ്യമാണ്, എന്നാലേ ഫയർ സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ടു സ്റ്റാർട്ട് എ ഫയർ ഓർ ഫോർ ദ ഫയർ ടു എക്സിസ്റ്റ്, ഫയർ അവിടെ ഉണ്ടാവണമെങ്കിൽ ഈ 3 സാധനം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് കുഡ് ബി എ ഗുഡ് ക്വസ്റ്റ്യൻ ഫോർ യു. വാട്ട് ആർ ദ 3 things which are required to make a fire? The 3 things are fuel, oxygen and heat. Wood, coal, cooking gas and petrol are some examples of fuel. ഫ്യൂവൽ കുഡ് ബി എനിത്തിങ്. ഏത് സാധന കത്തിന് അത് ഫ്യൂവലാണ്. ഓക്സിജൻ കംസ് ഫ്രം എയർ. അപ്പോൾ ഓക്സിജൻ എയറിൽ നിന്ന് വരും. ദാറ്റ് ഈസ് വൈ വെൻ യു ബ്ലോ ഓൺ സ്മോൾഡറിങ് പേപ്പർ ഇറ്റ് ഓഫൻ ബേഴ്സ് ഇൻ ടു ഫ്ലെയിം. അപ്പോൾ ദിസ് ഈസ് എ സ്മോൾഡറിങ് പേപ്പർ ഒരു കനലിൻ്റെ പോലെ. അതിലേക്ക് നിങ്ങൾ ഊതുമ്പം ഇറ്റ് വിൽ ബേഴ്സ്റ്റ് ഇൻ ടു എ ഫ്ലെയിം. ഇത് നിങ്ങൾ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. തീയൊക്കെ പോയി ഒരു കനൽ പോലെ ആവും. പിന്നെ നിങ്ങൾ അതിലേക്ക് ഊതി കൊടുത്താൽ തീ പാളിക്കത്തും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് യു ആർ മൂവിങ് എയർ ഇൻ ടു ദ ഫ്ലെയിം. ഓക്കെ, ആ കനലിലേക്ക് എയർ മൂവ്മെൻറ്റ് ഉണ്ടാവുമ്പം ഇറ്റ് വിൽ ബേഴ്സ്റ്റ് ഇൻ ടു ഫ്ലെയിം. ദ തേർഡ് തിങ് നീഡഡ് ടു മേക്ക് ഫയർ ഇസ് ഹീറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താ? ഫ്യൂവൽ വേണം. കത്താൻ ഒരു സാധനം ഇല്ലെങ്കിൽ അവിടെ തീ ഉണ്ടാവില്ല. അപ്പോൾ ഫ്യൂവൽ വേണം. സെക്കൻഡ് പറഞ്ഞത് എയർ ഉണ്ടാവണം. എയറിൽ കാര്യമായിട്ട് ഓക്സിജൻ റിച്ച് എയർ വേണം. പിന്നെ തേർഡ് പറഞ്ഞത് ഹീറ്റ് ഉണ്ടാവണം. Fuel and oxygen do not make fire by themselves, or else a newspaper or a stick lying in the open would catch fire on its own. അപ്പോൾ ഇത് നമുക്കൊരു പോണ്ടർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടാണ്.
ഫ്യൂവലും ഓക്സിജനും മാത്രം ഉണ്ടായാൽ അവിടെ തീ കത്തൂല അല്ലേ. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്, ഓപ്പണിൽ വെച്ചിട്ടുണ്ട്, അവിടെ കാറ്റും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഫ്യൂവലാണ് ന്യൂസ് പേപ്പർ, ഓക്സിജനും ഉണ്ട് എയറിൽ. പക്ഷെ അവിടെ തീ ഉണ്ടാവില്ല, താനേ തീ പിടിക്കൂലല്ലോ ന്യൂസ് പേപ്പറിന്. അവിടെ ഒരു മൂന്നാമത്തെ സാധനം ആവശ്യമുണ്ട്, ദാറ്റ് ഈസ് ഹീറ്റ്. ടു ബേൺ എ പീസ് ഓഫ് പേപ്പർ ഓർ വുഡ് വി ഹീറ്റ് ഇറ്റ് ബിഫോർ ഇറ്റ് ക്യാച്ചസ് ഫയർ. അപ്പം ആ ഹീറ്റ് മീൻസ് ആ ചൂടിലേക്ക് എത്തിയിട്ടാണ് തീ കത്തുക. ഇപ്പോൾ നമ്മളൊരു പേപ്പർ തന്നെ കത്തിക്കാൻ വിചാരിച്ചോളൂ. ഇപ്പോൾ നിങ്ങളൊരു പേപ്പറിന് മാച്ച് സ്റ്റിക്കിന് ലൈറ്റ് ചെയ്തിട്ട് പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ആ ഒരു സെക്കൻഡിലൊന്നും പേപ്പർ കത്തൂലല്ലോ. ആ പേപ്പർ കുറച്ച് ടൈം പിടിക്കും. ആ മാച്ച് സ്റ്റിക്കിൻ്റെ തീന് ചൂട് വരുന്നത് പേപ്പറിനെ കുറച്ച് ചൂടാക്കും. പിന്നെ ആ പേപ്പർ ആ ഒരു ലെവൽ ഓഫ് ചൂടിൽ എത്തിയതിന് ശേഷം അതിൽ തീ പിടിക്കുള്ളൂ. We generally do it with a lighted matchstick. Every fuel has a particular temperature at which it begins to burn. അപ്പോൾ എല്ലാ ഫ്യൂവൽക്കും വേറെ വേറെ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിൽ എത്തിയാലേ അത് ബേൺ ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു മാച്ച് സ്റ്റിക്ക് എടുത്തിട്ട് ഒരു വുഡൻ പീസ്, ഒരു വുഡിൻ്റെ കഷ്ണം കത്തിച്ച് നോക്കും, ഒരു ന്യൂസ് പേപ്പർ കത്തിച്ച് നോക്കും ആ സെയിം മാച്ച് സ്റ്റിക്കിനോട്. അപ്പോൾ നിങ്ങൾ എന്താ എക്സ്പീരിയൻസ് ചെയ്യുക, ആ പേപ്പർ വേഗം കത്തും. ആ വുഡിനൊന്ന് ചൂടായി വരാൻ സമയം പിടിക്കും. ആ ചൂട് എത്തിയതിൻ്റെ ശേഷം മാത്രം ആ വുഡ് തീ കത്തുള്ളൂ. അപ്പോൾ ദിസ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് സംതിങ് സ്റ്റാർട്ട്സ് ടു ബേൺ, അതെന്താണെന്ന് നമ്മൾ നോക്കാം. ദിസ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് ദ ഫ്ലാഷ് പോയിൻറ്റ് ഓർ കിൻഡ്ലിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ ഫ്യൂവൽ. Okay, the temperature at which fuel begins to burn, അല്ലേ, that is called as the flash point. ആ ടെമ്പറേച്ചറിനാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ this is a very important question for you. What is flash point? Flash point is the temperature at which a substance begins to burn or a fuel begins to burn. That is called the flash point. അപ്പോൾ ഓരോ ഫ്യൂവലിന് വേറെ വേറെ ഫ്ലാഷ് പോയിന്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പെട്രോളൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീ കത്തും പെട്രോളിൽ. ഓക്കെ, അതേ സ്ഥലത്ത് നിങ്ങളൊരു പ്ലാസ്റ്റിക് നോക്കുകയാണെങ്കിൽ അത് ഉരുകി പോവുള്ളൂ. അങ്ങനെ തീ പിടിക്കാൻ സമയം പിടിക്കും അല്ലേ. അപ്പോൾ വുഡ് ആണെങ്കിലോ പേപ്പറും വുഡും കമ്പയർ ചെയ്യുമ്പോൾ വുഡ് കുറേ സമയം പിടിക്കും തീ കത്താൻ. അപ്പോൾ വുഡിൻ്റെ ഫ്ലാഷ് പോയിന്റ് വേറെ, പേപ്പറിൻ്റെ ഫ്ലാഷ് പോയിന്റ് വേറെ. അങ്ങനെ ഓരോ ഫ്യൂവലിൻ്റെ ഫ്ലാഷ് പോയിന്റ് ഓർ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് വിൽ സ്റ്റാർട്ട് ബേണിംഗ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് വന്ന് നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കും. ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ സയൻസ് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എന്നെ ഓർക്കണേ, ഞങ്ങൾക്കിപ്പോൾ തന്നെ പറഞ്ഞുതരാണ്. അതിന് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്നും പറയും ഫ്ലാഷ് പോയിന്റിന്. ഓക്കെ, ലെറ്റ്സ് സീ ഫർദർ. It is sometimes said that fire is a good servant but a bad master. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ടല്ലോ, ഈ സെൻറ്റൻസ് കുറച്ച് ഹെവിയാണ്. അത് നമ്മൾ സെർവൻറ്റിന് എങ്ങനെ നമ്മൾ പറയുന്ന മാതിരി അനുസരിക്കുന്ന, നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾ പണിയൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മളെ സെർവൻറ്റ്. അപ്പോൾ ഫയറിനെ ആ രീതിക്ക് വെക്കുകയാണെങ്കിൽ അത് ഗുഡാണ്. ഫയർ ഒരു ഗുഡ് സെർവൻ്റാണ്, നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബട്ട് എ ബാഡ് മാസ്റ്റർ, ആ ബാഡ് മാസ്റ്റർ മീൻസ് ഫയർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വന്നാൽ നമുക്കത് ഭയങ്കര ഹാംഫുള്ളാണ് അല്ലേ. മാസ്റ്റർ ഇസ് സംബഡി ഹു കൺട്രോൾസ്. ഇപ്പോൾ ഫയർ മാസ്റ്റർ ഇത് മാസ്റ്റർ ആയാൽ, ഇഫ് ദ ഫയർ ബിക്കംസ് എ മാസ്റ്റർ then it is very harmful. So we say he is a bad master. Fire is a bad master. It only means that fire is very useful as long as it is kept under control. ഇപ്പോൾ കൺട്രോളിലാണെങ്കിൽ അതുവരെ ഫയർ വെരി യൂസ്ഫുൾ ആണ്. നമ്മൾ കൺട്രോൾ വിട്ട് പോവുകയാണെങ്കിൽ ഫയർ വെരി ഹാംഫുൾ ആണ്. ഫോർ ഇൻസ്റ്റൻസ്, വി യൂസ് ഇറ്റ് ടു കുക്ക് അവർ ഫുഡ്, വാം അവർ ഹോംസ് ഇൻ വിൻ്റർ ആൻഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് നമുക്കറിയാം, ഫയർ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുണ്ട്, വാംത്ത് കിട്ടാൻ വേണ്ടി ആവശ്യമുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ഫയർ ഗെറ്റ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ഇറ്റ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്. അപ്പോൾ ഫയർ നമ്മൾ കൺട്രോൾ വിട്ടു പോയാൽ ഇറ്റ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്. എവറി ഇയർ thousands of homes and shops are damaged by fire. Vast areas of forests are also destroyed and hundreds of people are killed or injured. ഇപ്പോൾ ഫയറിൻ്റെ നമ്മൾ കുറേ ഈ കലാമിറ്റീസ് കാണുന്നുണ്ട്. ചിലപ്പം തീപിടുത്തം ഉണ്ടായിട്ട് കുറേ വീടുകൾ നശിച്ചു പോവുക, ഷോപ്സ് നശിച്ചു പോവുക, ആൾക്കാർ ജീവൻ നഷ്ടമായി പോവുക. അപ്പോൾ അങ്ങനെ കുറേ എല്ലാ വർഷവും ഇങ്ങനെ കുറേ കേസസ് നമ്മൾ കേൾക്കാറുണ്ട്. Just as 3 things are needed to start a fire, there are 3 main ways in which a fire can be put out. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ 3 things. വിച്ച് ആർ ദ 3 things? ഫസ്റ്റ് പറഞ്ഞത് എന്താ, ഫ്യൂവൽ വേണം, പിന്നെ ഓക്സിജൻ വേണം, പിന്നെ ഒരു ഹീറ്റ് വേണം.
ഈ 3 സാധനം വേണമല്ലോ ഫയർ ഉണ്ടാവാൻ. അപ്പോൾ ഈ ഫയർ ഇല്ലാതെ നിൽക്കണം, ഫയറിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എന്താക്കണം, ഈ 3-ൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലാതാക്കിയാൽ മതി. അപ്പോൾ ഫയർ അവിടെ സ്റ്റോപ്പ് ആവും അല്ലേ. ഫ്യൂവൽ തീർന്നു പോയാൽ ഫയർ സ്റ്റോപ്പ് ആവും അല്ലേ. ഒരു പേപ്പർ കത്തിക്കുകയാണ്, പേപ്പർ ഫ്യൂവലാണ്, കത്തിക്കഴിഞ്ഞ് ഇനി പേപ്പർ അവിടെ ഇല്ല, അപ്പോൾ തീ അങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കില്ലല്ലോ, തീ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇഫ് യു ടേക്ക് അവേ ദ ഫ്യൂവൽ യുവർ ഫയർ വിൽ സ്റ്റോപ്പ്. അതേമാതിരി ഫയറിനെ കത്താൻ ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്നീക്ക് ചെയ്തിട്ട് ഓക്സിജനോ എയറോ ഫയറിൻ്റെ അടുത്ത് എത്താൻ പറ്റാത്ത രീതിയിലാക്കിയാൽ എന്താവും, ഫയർ അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ ഇനിയൊരു കാര്യം ഹീറ്റാണ്. ഹീറ്റ് ഇല്ലെങ്കിലും ഫയർ ഉണ്ടാവില്ല, അപ്പോൾ ഹീറ്റ് ഇല്ലാതാക്കിയാലും ഫയർ അവിടെ സ്റ്റോപ്പ് ആവും. So that is what the meaning of this. There are 3 main ways in which a fire can be put out. In each, one of the 3 things needed for burning is taken away. ഈ 3 സാധനത്തിൽ ഏതെങ്കിലും ഒരു സാധനം നീക്കിയാൽ ഫയർ സ്റ്റോപ്പ് ആവും. For example, we can take away the fuel. If the fire has no fuel to feed on, no burning can take place. We often let a fire die out simply by not adding more fuel to it. അല്ലേ. അപ്പോൾ ഫ്യൂവൽ ഇല്ലെങ്കിൽ ഫയർ സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് ഫയർ സ്റ്റോപ്പ് ആക്കണമെങ്കിൽ ഇനി ഫ്യൂവൽ അവിടേക്ക് ഇടാഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ തന്നെ കത്തിക്കുന്ന ഫ്യൂവൽ ആണെങ്കിൽ ഓക്കെ, നമ്മൾ ഫ്യൂവൽ മതിയാക്കാം. പക്ഷെ താനേ തീ പിടിക്കുമ്പോൾ നമുക്ക് ഇനി ഫ്യൂവൽ കൊടുക്കാൻ പറ്റാതെ നിൽക്കാൻ കഴിയില്ല. താനേ തീ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ പോകും. ഓരോ സാധനം അതിൻ്റെ മുന്നിൽ വരുന്നതൊക്കെ ഫ്യൂവലായി മാറും. അപ്പോൾ നമുക്ക് ഫ്യൂവൽ നീക്കാൻ പ്രയാസമാവും. ഒരു തീ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഫ്യൂവൽ നീക്കാൻ നമുക്ക് ആ കേസിൽ പ്രയാസമാവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? The second way of putting out a fire is to prevent oxygen from reaching it. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ നിർബന്ധമാണ് ഫയറിന്. അപ്പോൾ ഓക്സിജൻ ഇല്ലാതാക്കിയാൽ ഫയർ സ്റ്റോപ്പ് ആവും. No supply of oxygen means no fire. Small fires can be put out or smothered with a damp blanket or a sack. ഇപ്പോൾ ഒരു ചെറിയ തീ ആണെങ്കിൽ, സ്മോൾ ഫയർ ആണെങ്കിൽ വാട്ട് വി ക്യാൻ ഡു, യു ക്യാൻ യൂസ് എ ഡാംപ് ക്ലോത്ത് ഓർ എ ബ്ലാങ്കറ്റ് ആൻഡ് ജസ്റ്റ് കവർ ദ ബേണിംഗ് ഫ്യൂവൽ. ഓക്കെ. അപ്പോൾ എന്താവും, ദ ഫയർ വിൽ ബി സ്മോദേർഡ് മീൻസ് യു ക്യാൻ, അതൊന്ന് അടങ്ങും, ഫയർ അവിടെ അടങ്ങും. ചെറിയ തീയൊക്കെ നമുക്ക് അങ്ങനെ അടക്കാൻ പറ്റും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡാംപ് ബ്ലാങ്കറ്റ് ഓർ എ സാക്ക്. ദിസ് സ്റ്റോപ്സ് ഓക്സിജൻ റീച്ചിങ് ദ ബേണിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് തീ എങ്ങനെ അടങ്ങനെ, ദ ഓക്സിജൻ ഇസ് നൗ നോട്ട് ഏബിൾ ടു റീച്ച് ദ ഫ്യൂവൽ അല്ലേ. അതുകൊണ്ടാണ് തീ അവിടെ സ്റ്റോപ്പ് ആവുന്നത്. സംടൈംസ് കാർബൺ ഡയോക്സൈഡ് ഇസ് യൂസ്ഡ് ടു എക്സ്റ്റിംഗ്വിഷ് ഫയർ. It does not allow oxygen to reach the burning material. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താ അറിയോ, അത് വന്ന് ഓക്സിജനേക്കാളും ഡെൻസാണ്. അപ്പോൾ നമ്മൾ ഒരു തീയിലേക്ക് കാർബൺ ഡയോക്സൈഡിനെ ബ്ലോ ചെയ്യുമ്പം അത് ഫുൾ ഒരു എൻവലപ്പിന് മാതിരി തീനെ ചുറ്റും ഇങ്ങനെ വരും. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഓക്സിജൻ വഴി കൊടുക്കും, എന്നിട്ട് ബാക്കിലേക്ക് പോകും. അപ്പോൾ എന്താവും, ഓക്സിജനും തീയും സെപ്പറേറ്റ് ആയി പോകും. അപ്പോൾ ഈ തീക്ക് ഇനി ഓക്സിജൻ കിട്ടാതാവുന്ന അവസ്ഥ വരും. അപ്പോൾ തീ അവിടെ സ്റ്റോപ്പ് ആവും. Okay, so that was the second way. Oxygen നീക്കി വെച്ചിട്ട് തീനെ അടക്കി. Now third way എന്താണ്? The third way of putting out a fire is to remove the heat. അപ്പോൾ ഈ ഹീറ്റ് ഇല്ലാതായാലും തീ സ്റ്റോപ്പ് ആവും. If the temperature can be brought down below the flash point, the fuel stops burning. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് എന്തായിരുന്നു? The temperature at which a fuel starts to burn. ആ ടെമ്പറേച്ചർ ഇപ്പോൾ ലെറ്റ് സേ 100 ഡിഗ്രീസ്, ആ 100 ഡിഗ്രീസിൽ എത്തിയാൽ മാത്രം ആ ഫ്യൂവൽ ബേൺ ആവുള്ളൂ. അപ്പോൾ ഈ നമ്മൾ എന്താക്കണം, ആ ടെമ്പറേച്ചറിന് കുറച്ചാളണം. 95, 98 കൊണ്ടുവന്നാൽ ദാറ്റ് വിൽ സ്റ്റോപ്പ് ബേണിംഗ്. ആ ഇഗ്നിഷൻ ടെമ്പറേച്ചറിൻ്റെ അടിയിലേക്ക് ടെമ്പറേച്ചർ കൊണ്ടുവന്നാൽ ദാറ്റ് ഫ്യൂവൽ വിൽ സ്റ്റോപ്പ് ബേണിംഗ്. You blow on a burning matchstick or a candle to put it out. In doing so, you remove the hot air around the flame, bringing down its temperature below the flash point, and the candle goes out. Okay, ഇപ്പോൾ ഒരു ക്യാൻഡിൽ ബേൺ ചെയ്യുമ്പം വെൻ യു ബ്ലോ അറ്റ് ഇറ്റ്, ഓക്കെ, നമ്മളൊരു ക്യാൻഡലിലേക്ക് ബ്ലോ ചെയ്യുമ്പം എന്താ ചെയ്യുന്നത് അറിയോ, വി ആർ ബ്ലോയിങ് അവേ ദ ഫ്ലെയിം. എന്നിട്ട് ഫ്ലെയിം ബ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് ദാറ്റ് വിൽ ബ്രിങ് ഡൗൺ ദ ടെമ്പറേച്ചർ ബിലോ ദ ഫ്ലാഷ് പോയിൻറ്റ്. കാൻഡിൽ സ്റ്റോപ്സ് ബേണിംഗ്. സംടൈംസ് വാട്ടർ ഇസ് സ്പ്രേഡ് ഓൺ എ ഫയർ. വാട്ടർ ഈസ് എ കൂളിംഗ് ഏജൻറ്റ്. അപ്പോൾ നിങ്ങളൊരു ഫയറിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്താൽ എന്താവും, ഇറ്റ്സ് ടെമ്പറേച്ചർ വിൽ കം ഡൗൺ, ഇറ്റ് വിൽ കൂൾ ഡൗൺ. അതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞു പോകും. സോ യുവർ ഫയർ വിൽ സ്റ്റോപ്പ്. It absorbs heat from the burning fuel and lowers the temperature. The blanket of water also cuts off the supply of oxygen and the fire is extinguished. അപ്പോൾ ഈ വാട്ടർ ബ്ലാങ്കറ്റിനോട് 2 കാര്യമുണ്ട്. എന്താണ്? ഫസ്റ്റ് ഒരു കാര്യം, ഇറ്റ് കൂൾസ് ദ ഫ്യൂവൽ. സെക്കൻഡ് കാര്യം എന്താണ്? ഇറ്റ് കട്ട്സ് ഓഫ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ. ഓക്സിജനും റീച്ച് ചെയ്യാൻ പറ്റാത്ത മാതിരി ആയിപ്പോവും. അപ്പോൾ യുവർ ഫ്യൂവൽ വിൽ സ്റ്റോപ്പ് ബേണിംഗ്.
So in that case you use water to stop a fire. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു ഫയർ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിൽ വരുന്നത് വാട്ടറാണ്. വേഗം വാട്ടർ കൊണ്ടുവന്ന ഫയറിലേക്ക് ഇടുക, അപ്പോൾ ഫയർ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഹൗ ഡസ് വാട്ടർ സ്റ്റോപ്പ് ദ ഫയർ? ഇറ്റ് ബ്രിങ്സ് ദ ഹീറ്റ് ബിലോ ദ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്യൂവൽ, ബിലോ ദ ഫ്ലാഷ് പോയിൻറ്റ്. അപ്പോൾ ഫ്ലാഷ് പോയിൻറ്റിന് താഴെ ടെമ്പറേച്ചർ വരുമ്പം ദാറ്റ് ഫ്യൂവൽ വിൽ സ്റ്റോപ്പ് ബേണിംഗ്. Some fires cannot be put out with water. If water is sprayed onto an oil fire, the oil will float to the top of the water and continue to burn. എല്ലാ ഫയറും സ്റ്റോപ്പ് ചെയ്യാൻ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഓയിൽ കത്തുന്നത് കൊണ്ടാണ് ഫയർ ആവണമെന്ന് വിചാരിച്ചോളൂ. അതിലേക്ക് നിങ്ങൾ വെള്ളം ഇട്ട് കൊടുത്താൽ എന്താവും? ഓയിൽ ഈസ് ലൈറ്റ് വെയ്റ്റ് ദെൻ വാട്ടർ. അപ്പോൾ ഈ ഓയിൽ വന്ന് വെള്ളത്തിൽ മേലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുക. അപ്പോൾ ആ നിങ്ങൾ വാട്ടർ ഇട്ട് കൊടുത്താൽ നിങ്ങൾ ഓയിൽ ഫ്യൂവലും ഹീറ്റും ഓക്സിജൻ ഒന്നിനും സെപ്പറേഷൻ നടക്കുന്നില്ല. അവിടെ ഓയിൽ വന്ന് വെള്ളത്തിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്യും, അതിന് ഓക്സിജനും കിട്ടും, അതിന് ആവശ്യമുള്ള ഹീറ്റും ഉണ്ടാവും. ആ ബേണിങ് കണ്ടിന്യൂ ചെയ്യും, വെള്ളത്തിൻ്റെ മേലെ ഫയർ ബേൺ ചെയ്യും. ദാറ്റ് ലെയർ ഓഫ് ഓയിൽ വിൽ ബേൺ. ഓക്കെ, പിന്നെ അതൊരു ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് തീ കത്തുന്നത്, ഓയിലിനോണ്ട് കത്തുന്ന തീ നിങ്ങൾ വെള്ളം ഇട്ടാൽ ദാറ്റ് വിൽ സ്പ്രെഡ്. ആ വെള്ളം പോകുന്ന സ്ഥലത്തേക്കൊക്കെ തീ സ്പ്രെഡ് ആയിപ്പോവും. അപ്പോൾ അത് ഇനിയൊരു ഡേഞ്ചറസ് തിങ് ടു ഹാപ്പൻ ആണ്. ദിസ് ക്യാൻ ബി വെരി ഡേഞ്ചറസ് ബിക്കോസ് വാട്ടർ ക്യാൻ ഫ്ലോ ക്വിക്ക്ലി, ക്യാരിങ് ദ ബേണിംഗ് ഓയിൽ വിത്ത് ഇറ്റ് ആൻഡ് സ്പ്രെഡിങ് ദ ഫയർ. അപ്പോൾ വാട്ടർ ഈ കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. വാട്ടർ ഷുഡ് ഓൾസോ നോട്ട് ബി യൂസ്ഡ് ഓൺ ഫയേഴ്സ് കോസ്ഡ് ബൈ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഇപ്പോൾ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കാരണം ഒരു ഫയർ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വാട്ടർ യൂസ് ചെയ്താൽ, വാട്ടർ ഇസ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ വാട്ടർ ഇത്ര സ്പീഡിൽ ഫ്ലോ ചെയ്യുമ്പം എല്ലായിടത്തും ആ കറണ്ട് ക്യാരി ചെയ്തിട്ട് പോകും. അപ്പോൾ ആ ഇലക്ട്രിക് കറണ്ട് ഷോക്കും ഫയറും ഇനിയും സ്പ്രെഡ് ആവുക ചെയ്യുക. അപ്പോൾ you cannot use water to stop fires which are caused by electrical appliances. The person spraying water might receive an electric shock and be killed. അപ്പോൾ ഈ ഒരു സ്പ്രേ ചെയ്യുന്ന പേഴ്സൺക്ക് തന്നെ ഷോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഫൈറ്റ് ആൻ ഇലക്ട്രിക്കൽ ഫയർ. അങ്ങനത്തെ കേസിൽ ഇലക്ട്രിക്കൽ ഫയറോ അല്ലെങ്കിൽ ഓയിലിൽ ഉണ്ടാവുന്ന ഫയർ, അങ്ങനത്തെ കേസസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കംപ്രസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു ഡിവൈസാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്പ്രേ ചെയ്യാൻ തുടങ്ങുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ആ ഫ്യൂവലിനെ കവർ ചെയ്യും, എന്നിട്ട് അതിനെ കൂലും ആക്കും, പിന്നെ ഓക്സിജൻ സപ്ലൈയും കട്ട് ചെയ്യും, എന്നിട്ട് ഫയർ പോക്കുക ചെയ്യുക. അപ്പോൾ ഒരു ഓയിലിനെ കൊണ്ടോ ഇല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫയർ ആണെങ്കിൽ യൂസ് ഓഫ് ദിസ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇസ് ദ ബെസ്റ്റ് വേ ടു പുട്ട് ഔട്ട് ദ ഫയർ. We spend millions of rupees each year in fighting fires, and we spend more trying to find new ways of preventing fires from happening and getting out of control. On the whole, we have learned rather well to control fire and put it to good use in our everyday life. അപ്പോൾ നമ്മൾ കുറേ മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫയറിനെ കൺട്രോൾ ചെയ്യാനും ഫയർ സ്പ്രെഡ് ആവാതെ നിൽക്കാനും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങൾ ഫയർ ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത മാതിരി ആവണം, അവിടെ ഫയർ പിടിക്കാൻ പറ്റാത്ത രീതിയിലാവണം. അങ്ങനെ കുറേ നമ്മൾ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. വി ഹാവ് ലേൺഡ് ഹൗ ടു കൺട്രോൾ ഫയർ. Long ago, there were no firemen. When fire broke out, everybody became a firefighter. ഇപ്പോൾ പണ്ടത്തെ സൊസൈറ്റിയിലൊന്നും ഫയർമാൻ എന്ന് പറഞ്ഞിട്ടൊരു വേറെ ജോബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫയർ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ടാണ് ആ ഫയറിനെ എടുക്കാൻ നോക്കുക. അപ്പോൾ എവ്രിബഡി ബിക്കംസ് എ ഫയർ ഫൈറ്റർ. People formed human chains, they still do if required, and passed buckets of water from a well or a pond to the blaze. ഇപ്പോൾ തീ കത്തുന്ന സ്ഥലത്തേക്ക് എല്ലാവരും ഒരു വരിക്ക് നിൽക്കും ഇങ്ങനെ, എന്നിട്ട് ഒരു പോണ്ടിൽ നിന്ന് വെള്ളം എടുത്ത് ആ ബക്കറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് തീൻ്റെ അടുത്തുള്ള ആൾ തീയിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ തീ അടയ്ക്കാൻ അങ്ങനെ ശ്രമിക്കും അവർ. അപ്പോൾ ഇപ്പോഴും ഫയർ എഞ്ചിൻ എത്തുമ്പോഴത്തേക്കും ആൾക്കാർ ഈ പണി തുടങ്ങലുണ്ട് അല്ലേ. എല്ലാവരും പറ്റുന്നിടത്തുനിന്ന് വെള്ളം കിട്ടിയിട്ട് എല്ലാവരും ഫയറിലേക്ക് വെള്ളം ഒഴിക്കാനും എല്ലാവരും കൂടെ നിന്ന് തീ പോക്കാൻ ശ്രമിക്കാറുണ്ട്. Now there are laws about building construction which ensure that space is left between buildings to reduce the fire risk. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഫയർ എങ്ങനെ കൺട്രോൾ ചെയ്യാനുമൊക്കെ പഠിച്ച് വരുമ്പോൾ നമ്മൾ കണ്ടെത്തിയത് എന്താണ്, വലിയ വലിയ ബിൽഡിങ്സിലൊക്കെ കൂടുതൽ ചാൻസസ് ആണ് എളുപ്പത്തിൽ ഫയർ ക്യാച്ച് ചെയ്യാൻ. ഒരു ഷോർട്ട് സർക്യൂട്ട് എവിടെയെങ്കിലും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഫയർ മതി ഫുൾ ബിൽഡിങ്ങിലേക്ക് ഫയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ കുറേ റൂൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ അടുപ്പിച്ച് ബിൽഡിങ്സ് ഉണ്ടാക്കാൻ പറ്റൂല എന്നൊരു റൂളുണ്ട്. അങ്ങനത്തെ ഒരു റൂൾ ഉണ്ടാക്കാൻ ഒരു മെയിൻ കാരണം എന്താ അറിയോ, ഒരു ബിൽഡിംഗ്
ബിൽഡിങ്ങിൽ ഫയർ പിടിച്ചാൽ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ദാറ്റ് ഫയർ ക്യാൻ ഈസിലി പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ബിൽഡിംഗ്. അപ്പോൾ അത്രയും ഇനിയും നഷ്ടം അതുണ്ടാക്കും. ബിൽഡിങ്സ് കുറച്ച് വിട്ടിട്ടാണെങ്കിൽ അത്രയും ഫയറിൻ്റെ സ്പ്രെഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പം ഈ ഫയർ ലോസ് ഓർമ്മ വെക്കണം, അടുത്തടുത്ത് ബിൽഡിങ്സ് ഉണ്ടാക്കാൻ പറ്റൂല. Every new building, especially a public place, must ensure observance of fire prevention norms. Bands of firefighting workers with special equipments known as fire brigades are there to put out fires. ഇപ്പോൾ ഫയർ മാനേജ്മെൻറ്റിന് തന്നെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫയർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഒരു ബിൽഡിങ്ങിൽ തന്നെ ഫയർ ഉണ്ടാവാതിരിക്കാൻ, അഥവാ ഫയർ ആയിപ്പോയാൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ, അതൊക്കെ നോക്കിക്കൊണ്ടെടുത്താൻ ആൾക്കാരുണ്ടാവും. Firefighters are highly trained people. They possess many skills. ഇപ്പോൾ നമ്മൾ കുറേ ഫയർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങും കൊടുക്കേണ്ടത് അതൊരു ഗവൺമെൻറ് ജോബായിട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫയർ ഫൈറ്റേഴ്സിന് എങ്ങനെയാണ് ഒരു ഫയറിലെ സിറ്റുവേഷനിൽ കുടുങ്ങിയ ആൾക്കാരെ രക്ഷപ്പെടുത്തുക, എന്തിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, എന്നിട്ട് എങ്ങനെയാണ് ആ ഫയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വിച്ച് വിൽ ബി ദ ബെസ്റ്റ് വേ ടു പുട്ട് ദാറ്റ് ഫയർ ഓഫ്, ആ വേ ഫൈൻഡ് ചെയ്യാൻ, അങ്ങനെയൊക്കെ കുറേ ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫയർ ഫൈറ്റേഴ്സ് ആർ വെരി ഹൈലി ട്രെയിൻഡ് പീപ്പിൾ. They possess many skills. They cut off electricity supply, knock down dangerous walls, spray water and other materials to bring fire under control. അങ്ങനെ സ്ട്രോങ് പീപ്പിളാണ് അവർക്ക് ഇലക്ട്രീഷ്യൻ വർക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം, എങ്ങനെ സപ്ലൈ കട്ട് ചെയ്യുക. ദേ ആർ ഓൾസോ ട്രെയിൻഡ് ഇൻ ഫസ്റ്റ് എയ്ഡ്. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയാൽ ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സ, അതിനെ പറയാം ഫസ്റ്റ് എയ്ഡ്. ഏറ്റവും ഫസ്റ്റ് അല്ലേ, ഒരു മുറിവാണെങ്കിൽ അതിനെ തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് ഒരു തുണി കെട്ടി കൊടുക്കുക, അതൊരു ഫസ്റ്റ് എയ്ഡാണ്. അപ്പോൾ ഈ ഫയർ ഫൈറ്റേഴ്സിൻ്റെ പഠനത്തിൽ അവർക്ക് ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ട് കാര്യമായിട്ട് പഠിപ്പിക്കും. ബിക്കോസ് ഒരു ഫയർ നടക്കുകയാണെങ്കിൽ അവിടെ കുറേ കാഷ്വാലിറ്റീസ് ഉണ്ടാവും. കാഷ്വാലിറ്റി മീൻസ് അവിടെ കുറേ ആൾക്ക് പരിക്കേറ്റ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരിക്കണം. അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ അവരുടെ ഇഞ്ചുറീസ് കൂടുതൽ ഹാംഫുൾ ആവാതെക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് തന്നെ അവർക്ക് കുറച്ച് ഫസ്റ്റ് എയ്ഡ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ ഫയർ ഫൈറ്റേഴ്സ് അതും കൂടി പഠിച്ചിട്ടാണ് വരുന്നത്. So that they can help people suffering from burns or from the effects of smoke. അല്ലെ, ഈ സ്മോക്കിൻ്റെ കാരണം കുറേ ആൾക്കാർ അൺകോൺഷ്യസ് ആയി പോകുമ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡും അല്ലെങ്കിൽ ഒരു ബേൺ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതിനുള്ള ഫസ്റ്റ് എയ്ഡും അതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. The discovery of fire and its uses helped early man to cope with nature better and gradually adopt to a settled mode of life. അപ്പോൾ ഈ ഫയർ വന്നതോടെ ഏർലിമാൻ്റെ ലൈഫ് കുറേ സുഖമായി. അതുവരെ അൺകുക്ക്ഡ് ഫുഡ് കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഫയർ വന്നതിൻ്റെ ശേഷം ആ വോംത്തിനും പിന്നെ ഫുഡ് കുക്ക് ചെയ്യാനും ഒക്കെ ഫയർ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ മെല്ലെ മെല്ലെ ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് ഏർലിമാൻക്ക് വരാൻ പറ്റി ഫയർ കണ്ടുപിടിച്ചതിൻ്റെ ശേഷം. ഫയർ ഇസ് സ്റ്റിൽ വർഷിപ്ഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡിൽ കുറേ സ്ഥലത്ത് ഫയറിനെ പൂജിക്കുന്നുണ്ട്. ഫയർ ഇസ് ഇൻഡീഡ് എ ഫ്രണ്ട്, ബട്ട് ആസ് വി നോ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് എനിമി വൺസ് ഇറ്റ് ഗെറ്റ്സ് ഔട്ട് ഓഫ് കൺട്രോൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫയർ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട് തന്നെയാണ്, നമുക്ക് കുറേ സഹായമൊക്കെ ഉണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഈസ് ഓൾസോ എ ഡേഞ്ചറസ് എനിമി. അത് നമ്മൾ കൺട്രോൾ വിട്ടു പോയാൽ നമുക്ക് കുറേ ഹാംഫുൾ ആയിട്ടാണ് ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഡേഞ്ചറസ് എനിമി. സോ ചിൽഡ്രൻ, വിത്ത് ദിസ് വി ഫിനിഷ് ദ ലെസൺ. Hope you understood and enjoyed. Okay, bye.